ഈ ഫുഡ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2.5 വർഷമായി ഒരാളെ കാത്തിരിക്കുന്നു. ഇന്ന് എൻ്റെ ആ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇന്ന് എൻ്റേത്. അപ്പോൾ 2.5 വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ ചിറ്റപ്പനൊക്കെ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ പോയപ്പം അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള പൂവ്, അത് ഡവ് ഓർക്കിഡ് എന്നാണ് പറഞ്ഞത്. ചിറ്റപ്പൻ ആ പൂവ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മോളെ ഇതിനകത്തോട്ട് നോക്കിക്കേ, അതിനകത്ത് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷിയുടെ അതേ രീതി തന്നെയാണ്. അപ്പം ചിറ്റപ്പൻ തന്നെ കഷ്ടം നമ്മളോടുള്ള അതൊരു സ്നേഹം കൊണ്ട് അതിൻ്റെ മൂട്ടിൽ നിന്ന് ഒരു വിത്തെടുത്ത് തന്ന് കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. വെച്ച് അത് വളർന്നിണക്കി അതിനകത്ത് പൂ വരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷമായി. ഇപ്പോൾ അതിനകത്ത് പൂ വന്നിട്ടുണ്ട്. ആ പൂവ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഇത് കണ്ട, അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്യാം. കാരണം ആ ഓലയൊക്കെ ഒരുമാതിരി ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ദേ ഈ പൂവ് നോക്കാം. നോക്കിയേ, ഈ പൂവിനകത്തോട്ട് നോക്കിയേ, ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വല്ലാതായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പൂവാണ്. ഇതിൻ്റെ ഈ നീളം കണ്ടോ, അതിൻ്റെ ആ സ്റ്റമ്പിന് ഇപ്പോൾ ഇത്രയും നീളത്തിൽ വന്നിട്ട് അതിനകത്ത് കുറേ മൊട്ടുകൾ ഇനി ഉണ്ട്. എല്ലാം വിരിഞ്ഞ് വരുമ്പോഴത്തേന് ഇപ്പോഴത്തെ ഈ മഴയും ഒക്കെ ആകുമ്പോൾ അത് ശരിയാവത്തില്ല. ഈ പൂവിനകത്തോട്ട് നോക്കിക്കേ, അതിനകത്തൊരു പക്ഷിയുടെ അതേ രീതിയിലുള്ളതാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നല്ല മണവും അതിന്. എന്തൊരു നല്ല മണമാണെന്നറിയാമോ. അപ്പോൾ ഇതെല്ലാം കൂടെ വിരിഞ്ഞ് വരുമ്പോഴത്തേനും അത് കാണാനും നല്ല ഭംഗിയാണ്, അത് മണവുമാണ്. ഈ ഒരു പൂവിന് എന്തൊരു മണമാണെന്നറിയാമോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസമാകത്തില്ല. ഇതാദ്യമേ ഏതാണ്ട് ഇത് വിരിഞ്ഞതാണ്. അപ്പം ഈ മഴയും വെയിലും മഴവെള്ളമൊക്കെ കൊണ്ടിട്ട് അതങ്ങ് ചീത്തയായി. അപ്പം എല്ലാം കൂടെ വിരിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ആദ്യം വന്നതെല്ലാം കേടായി പോവും. അപ്പോൾ ഇത്രയും നമുക്ക് വിരിയാനുണ്ട്. കണ്ട, ഇതെല്ലാം മൊട്ടായത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരിത് കാണുന്നത് കേട്ടോ. ഇതെന്തായിരിക്കും ഈ വരുന്നതെന്ന് ആലോചിച്ച് പിന്നീട് ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ ഇതാണല്ലോ, ഇത്ര കാലം ഞാൻ കാത്തിരുന്നില്ല ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഓർക്കിഡും ഞാൻ പിടിപ്പിച്ചെടുത്തു. നല്ല മണമാണ്, നല്ല മണം. ഇപ്പോൾ ഈ ഒരു 6-7 പൂവ് ഇതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്ലവറിലൊക്കെ വെച്ചിരിക്കുന്നത് ഇതും കൂടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളറുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.